നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ബ്രസീൽ ടീമിൻ്റെ താരങ്ങൾ ടെർസാപോളിസിലെ ഗഞ്ച കൊമോറി ട്രെയിനിങ് സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യും. നെയ്മർ ജൂനിയറും അതിലുണ്ടാവും. പക്ഷേ അദ്ദേഹം ഇന്നലെ രാത്രി നടന്ന മത്സരം, നമുക്കത് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഇന്ന് പുലർച്ചെയാണ്, സാൻഡോസിൻ്റെ കളി, കുയൻക്കെതിരെയുള്ള കളി കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. കളി കഴിഞ്ഞിട്ട് മടങ്ങുമ്പോൾ നെയ്മറോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, പ്രശ്നമുണ്ടോ, കാഫിന് പ്രശ്നമുണ്ടോ, ബ്രസീൽ ടീമിൽ ജോയിൻ ചെയ്യുന്നതിന് അത് ബാധിക്കുമോ എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിന് മറുപടി പറയുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി, കാഫിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് യുവർ ഓൾ ഇൻടാക്റ്റ്, ഒരു പ്രശ്നവുമില്ല, എല്ലാം ഓക്കെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇത് ആഞ്ചലോട്ടി വേൾഡ് കപ്പ് സ്കോഡിലേക്ക് എടുത്തിട്ടുണ്ടല്ലോ, അതിൽ പ്രശ്നമാകുമോ, കാഫ് പ്രോബ്ലം വേൾഡ് കപ്പിനെ ബാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, എന്ത് പ്രശ്നം, ഒരു പ്രശ്നവുമില്ല എന്ന തരത്തിലാണ് നെയ്മറുടെ. എന്താ പ്രശ്നം, ഒരു പ്രശ്നവുമില്ല എന്ന തരത്തിൽ പ്രതികരിച്ചിട്ടാണ് നെയ്മർ ജൂനിയർ മടങ്ങിപ്പോയിരിക്കുന്നത്. ചുരുക്കത്തിൽ നെയ്മർ ഒരു പ്രതീക്ഷ നൽകുകയാണ് ആരാധകർക്ക്, തനിക്ക് പ്രശ്നമൊന്നുമില്ല, റിക്കവറായി വരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അതേസമയം മറ്റൊരു ഘട്ടത്തിൽ, അതായത് കളിക്ക് ശേഷമുള്ള പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ സാൻഡോസിൻ്റെ കോച്ച് കൂക്കയോട് മാധ്യമങ്ങൾ ചോദിച്ചു, നെയ്മർ റെഡിയാണോ, വേൾഡ് കപ്പ് കളിക്കാൻ നെയ്മർ റെഡിയാണോ, എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ കൂക്ക പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, അവൻ ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ആയി വരികയാണെന്നാണ്. അത് നെയ്മർ 100% ഫിറ്റായി എന്ന് അദ്ദേഹം പറയുന്നില്ല, മറിച്ച് ഓരോ ദിവസവും നെയ്മർ കൂടുതൽ ഇമ്പ്രൂവ് ആയി വരുന്നു എന്ന് തന്നെയാണിപ്പോൾ കൂക്കയുടെ മറുപടി. ഏതായാലും ഇങ്ങനെ നെയ്മർ അങ്ങനെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ബ്രസീൽ ടീമിൻ്റെ മെഡിക്കൽ സ്റ്റാഫ് വളരെ കോഷ്യസ് ആണ് എന്ന് ESPN ബ്രസീൽ റിപ്പോർട്ട്. ഡിസ്പൈറ്റ് ദി പ്ലെയേഴ്സ് ഒപ്റ്റിമിസം, ദി ബ്രസീലിയൻ നാഷണൽ ടീംസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ബീയിങ് കോഷ്യസ് ആൻഡ് അബൌട്ട് സ്ട്രൈക്കേഴ്സ് കണ്ടീഷൻ, cautious about the striker's condition and a specific training program in place for him. സോ അദ്ദേഹം ഇന്ന് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമെങ്കിലും, ക്യാമ്പിൽ ജോയിൻ ചെയ്യുമെങ്കിലും അവിടെ അദ്ദേഹത്തിന് സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും. ഇന്ന് എല്ലാ താരങ്ങൾക്കും മെഡിക്കൽ ടെസ്റ്റ് എടുക്കും. അതിൽ നെയ്മർ ജൂനിയർക്ക് പ്രത്യേകം മെഡിക്കൽ ടെസ്റ്റ് എടുക്കുന്നതായിരിക്കും. അതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുക എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ പനാമക്കെതിരെയും ഈജിപ്തിനെതിരെയുമുള്ള വേൾഡ് കപ്പിന് മുന്നോടിയായ ഫ്രണ്ട്ലി മത്സരങ്ങൾ നെയ്മർക്ക് നഷ്ടമായേക്കും എന്നും ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.